ജേസൺസ് ഫേവറേറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകളായി ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കൽക്കിയെക്കുറിച്ചാണ്. ഫസ്റ്റ് ഷോ തന്നെ തിയേറ്ററിൽ കാണാനായിട്ട് സാധിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെയാണ് പോയത്. കാരണം ഒരുപാട് പ്രൊമോഷനുമായിട്ട് വന്നിട്ടുള്ള പല പടങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സാഹോ, രാധേശ്യാം, പിന്നെ അവസാനം ഇറങ്ങിയ ആദിപുരുഷ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പടം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും കൊണ്ടിട്ടും ഒരു ടോപ്പ് നോച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്ക്രീൻ പ്ലേ ആണെങ്കിലും, VFX ആണെങ്കിലും, സൗണ്ട് ഡിസൈനിങ് ആണെങ്കിലും, ഇനി DOP ആണെങ്കിലും എല്ലാം സ്റ്റൈലൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ ഈ ഒരുപാട് ഇംഗ്ലീഷ് ഫിലിംസുകൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സിനിമകൾ ഓരോ സിനാരിയോസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് ഫിലിംസ് അധികം കാണാത്തവരാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു പുതിയ യൂണിവേഴ്സായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മളിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എലമെൻസുകൾ, ചില സിറ്റുവേഷൻസുകൾ, ചില ടെക്നോളജികളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇത് മറ്റിടത്ത് കണ്ടതല്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. എന്നിരുന്നാൽ തന്നെയും ഒട്ടും മടുപ്പിക്കാത്ത രീതിയിലുള്ളൊരു സ്ക്രീൻ പ്ലേ ഉണ്ട്. അതായത് ഏതാണ്ട് ഒരു ഹാഫ് വരെ ഒരു സ്റ്റോറി സെറ്റപ്പ് ടൈം എടുക്കുന്നത് അല്പം ലാഗ് ഫീലിംഗ് ഉണ്ട്. പക്ഷേ അത്ര വലിയ ലാഗൊന്നുമില്ല. എന്നാലും ഇടയ്ക്കുള്ള ചില ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോ കൊണ്ട് നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുകയും ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു മടുപ്പ് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഗംഭീരമായിട്ട് കുറേ ക്യാസ്റ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ചില ക്യാസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടതുപോലെ അമിതാഭ് ബച്ചനെയും കമലഹാസനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഓരോ സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന കൈയടി നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും. ഏതായാലും പ്രഭാസിന് ഇതിന് മുമ്പോട്ട് ഉണ്ടായ എല്ലാ നാണക്കേടിൽ നിന്നും ഇത് ശരിക്കും ഒരു രക്ഷയാണ്. തീർച്ചയായിട്ടും ഈ പടത്തിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാകും. അങ്ങനെയാണ് സിനിമ കൊണ്ട് ചെന്ന് നിർത്തിയിരിക്കുന്നത്. ഒരുപാട് സിനിമയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഈ അപ്പോക്കലിപ്റ്റിക് ഒരു ലാൻഡ്സ്കേപ്പാണ്. അതിൽ നിന്ന് ഒരു ഹെവൻ പോലൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ അലീറ്റ ബാറ്റിൽ കണ്ടിട്ടുണ്ട്. ബുക്ക് ഓഫ് എലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹെവൻ പോലെയല്ല, മറ്റൊരു സ്ഥലമാണ്. ഈ അപ്പോക്കലിപ്സിന് ശേഷമുള്ള സ്വർഗം, അതിലേക്ക് പോകാനുള്ള മനുഷ്യൻ്റെ അടുത്ത് വരെയും ഒക്കെ ഇവിടെ വെള്ളത്തിൻ്റെ ഇല്ലായ്മയും ഒക്കെ ഉണ്ട്. അത് നമ്മൾ മാഡ് മാക്സ് ഫ്യൂറിയിൽ പോലും നമ്മൾ ആ സെയിം കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആകെ കൂടിയുള്ള ഒരു ആംബിയൻസ് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഒരു സാച്ചുറേറ്റഡ് ഡ്യൂൺ മൂവിയെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് നമ്മൾ ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂണിൻ്റെയും സ്റ്റാർ വാറിൻ്റെയൊക്കെ ഒരു ലാൻഡ്സ്കേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ്യൂം നോക്കുമ്പം സ്റ്റാർ വാറിൻ്റെ പല ഇത് വന്നിട്ടുണ്ട്, ഡ്യൂണിൻ്റെ വന്നിട്ടുണ്ട്. വെപ്പൺസുകൾ സ്റ്റാർ വാർ ഉപയോഗിച്ചിട്ടുണ്ട്. ചില വാഹനങ്ങൾ മാഡ് മാക്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്, സ്റ്റാർ വാറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ ബുജി കാർ, ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാനിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ കാർ പോലെ തന്നെ ഒരു സാമ്യത നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിനകത്ത് ഒരു ടെക്നോളജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ കഥയൊന്നും പറഞ്ഞിട്ട് അതിൻ്റെ സ്പോയിലറിലേക്ക് പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. ടോപ്പ് നോച്ചായിട്ടുള്ള VFX കമ്പനികൾ തന്നെയാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തിരിക്കുന്നത്. ഒന്നും രണ്ടും അല്ല, ഒരു 4-5 കമ്പനികൾ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈം ഫോക്കസ്, DNEG, പിന്നെ ദ എംബസി, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പണിങ്ങിൽ കാണിച്ച 2-3 ഷോട്ട്സ് കണ്ടപ്പോഴത്തേക്ക് ചില ഷോട്ട്സുകൾ എനിക്ക് അത്ര സിങ്ക് അല്ലാത്ത മാതിരി തോന്നിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ OTT റിലീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ വീഡിയോസ് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നുള്ളത് ലോല, പിച്ച്സ്റ്റോൺ, ലേബറിന്ത്, സ്റ്റീലത്ത് വർക്ക്, അങ്ങനെ കുറേ കമ്പനികൾ ഇതിൻ്റെ വർക്കിൽ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയത് ഇന്ത്യൻ ഫിലിംസിൽ VFXനകത്ത് ഫിസിക്സ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് പണിയറിയാവുന്നൊരു സംവിധായകനാകുമ്പോഴത്തേക്ക് അയാളുടെ ഒരു യെസ് ഉണ്ടല്ലോ, അതിനൊരു വാല്യൂ ഉണ്ട്. ആ ഷോട്ട് കാണുമ്പോഴത്തേക്ക് അയാൾ ആ ഷോട്ടിന് യെസ് പറയും. അപ്പം VFXനെ കുറിച്ചോ അല്ലെങ്കിൽ ഫിസിക്സിനെ കുറിച്ചോ അധികം ഒരു ജ്ഞാനമില്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്കൊരു ആവറേജ് ഷോട്ട് കാണുമ്പോൾ ചിലപ്പോൾ നന്നായിരിക്കും എന്ന് തോന്നും. അപ്പോൾ ചിലപ്പോൾ പുള്ളി അങ്ങ് ഓക്കെ പറയും. അതാണ് നമ്മൾ ആദിപുരുഷനൊക്കെ സംഭവിച്ചത്. അത് മാത്രമാവണമെന്നില്ല, ബഡ്ജറ്റൊക്കെ കാര്യമാണ്. പക്ഷേ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ആദിപുരുഷനും ഇതിനൊക്കെ ഏറെക്കുറെ ഒരേ ബഡ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നോക്കിയാലും അതിൻ്റെ ഔട്ട് വന്നിരിക്കുന്നത് നോക്കിയാലും സൗണ്ട് ഡിസൈനിങ് ഒക്കെ ഹോളിവുഡ് ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചില ഭാഗത്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാൻസിമറിൻ്റെ ഡ്യൂണിൻ്റെ ഒക്കെ ഒരു കളർ ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അവരുടെ ഡ്രം യൂസ് ചെയ്തിരിക്കുന്നത് ഒക്കെ ഇതിനകത്ത് ചെന്നിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ഇന്ത്യൻ മൂവി എന്ന നിലയിൽ മഹാഭാരത കഥയുടെ ഒരു ഫ്യൂച്ചർ വെർഷനാണ് ചെയ്തിരിക്കുന്നത്. കൽക്കിയുടെ അവതാര സമയം, അതായത് നമ്മളുടെ കാലഘട്ടം, മോഡേൺ കാലഘട്ടം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ന്യൂക്ക് വാറോ മറ്റോ ഉണ്ടായി ലോകം മൊത്തം അവസാനിച്ച് പിന്നെ അവശേഷിക്കുന്ന മനുഷ്യരുടെ കാലഘട്ടമാണ് കാണിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അലീറ്റ ബാറ്റിലോ എലീസിയം പോലൊക്കെ. അതായത് ഭൂമി മൊത്തം നശിച്ചു, ആകാശത്ത് മറ്റു സ്പേസിലൊരു സ്വർഗം, അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഒരു കോൺസെപ്റ്റ് ഇതിനകത്തും അതേപോലെ തന്നെ വന്നിട്ടുണ്ട്.
പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനാണ്. അയ്യോ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അറിയോ. ഇതിനകത്ത് ബിൽഡിങ്സുകളാണെങ്കിലും അതായത് VFX ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് സെറ്റ് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ഈ ഹോളിവുഡിലെ വിഷണറി ഡയറക്ടേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മാക്സിമം കാര്യങ്ങൾ അവർ റിയലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെറ്റുകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ വെപ്പൺസുകൾ, പിന്നെ കോസ്റ്റ്യൂംസ്. വെഹിക്കിളെ കാണുമ്പോൾ നമുക്ക് മാഡ് മാക്സ് ഓർമ്മ വരും തീർച്ചയായിട്ടും. കാരണം ഫസ്റ്റ് ഓഫ് കൈൻഡ് അവർ അവതരിപ്പിച്ചത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഓർമ്മ വരും. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു തീമുമായിട്ടും ഒക്കെ മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹോളിവുഡ് ലെവലിൽ നിന്ന് തന്നെ പറയാം. നമുക്ക് ധൈര്യമായിട്ട് അവരെ കാണിക്കാം. നാണക്കേട് വരാത്ത രീതിയിൽ അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് കൽക്കി. എനിക്ക് VFX ഈ സിനിമയിൽ അധികം അങ്ങോട്ട് കൺവിൻസിങ് ആവാത്തത് ഈ മഹാഭാരത കഥ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ്റെ ഒരു യങ്ങർ വെർഷനെ കാണിക്കുന്നുണ്ട്. അത് എൻറ്റയർലി CG ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഡീപ് ഫേക്കിന് ഇപ്പോൾ 4K ക്വാളിറ്റിയുടെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. AI അങ്ങനെയായിരുന്നെങ്കിൽ അത് കുറേ കൂടെ നന്നായിരുന്നേനെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വരാനിരിക്കുന്ന ഇന്ത്യൻ 2 അതിനകത്ത് ഈ പറഞ്ഞതുപോലെ 3 ആർട്ടിസ്റ്റുകളെ, നെടുമുടി വേണു അടക്കമുള്ള 3 ആർട്ടിസ്റ്റുകളെ പുള്ളി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഡീഫേക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പോൾ വാർക്കറിനെ ബീറ്റാ ഡിജിറ്റലിൽ തിരിച്ചു കൊണ്ടുവന്നത് പോലെയോ അല്ലെങ്കിൽ അർണോൾഡിൻ്റെ യങ്ങർ വെർഷനെ ഏറ്റവും റീസെൻ്റായിട്ട് ഇറങ്ങിയ ടെർമിനേറ്റർ സീരീസിൽ കാണിച്ചതുപോലെയൊന്നുമുള്ള ഒരു പെർഫെക്ഷൻ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. എനിക്ക് ആദ്യം ആരാന്ന് പോലും മനസ്സിലായില്ല. ഏറ്റവും അവസാനമൊക്കെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ യങ്ങർ വെർഷനെയാണോ കാണിച്ചേക്കുന്നതെന്ന് തോന്നിയത്. അവർക്ക് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് അഭിഷേക് ബച്ചനെ വെച്ചങ്ങ് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യാതെ അല്ലെങ്കിൽ തിയേറ്റർ വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ മൊബൈലിൽ കണ്ടിട്ട് ഇത്രയുള്ളായിരുന്നോ എന്ന് പറയാതെ തിയേറ്ററിൻ്റെ സൗണ്ടിനകത്ത് ഇരുന്നുകൊണ്ട് ആ വലിയ സ്ക്രീനിൽ തന്നെ ഈ സിനിമ കാണണം. എന്നിരുന്നാൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റൊരു എക്സൈറ്റിംഗ് കണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.